റോണിച്ചേട്ടൻ, എന്താണ് UK ഓക്കെയുടെ വിശേഷങ്ങൾ? നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ മാസം May 23 തീയതിയായിരുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് പോസ്റ്റ്പോണായി. അപ്പോൾ ഈ വരുന്ന June 20 വെള്ളിയാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ സിനിമയായിട്ട് വരികയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നം കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് സജീവ്, സാരംഗി ശ്യാം, മറീസ, മൂസി, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, 20 കാണണം. കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടപ്പെടുന്നതിൻ്റെ വിശ്വാസം, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ആൾക്കാരുടെ അടുത്തും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും പറഞ്ഞ് ഈ സിനിമയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളും ഞാനൊപ്പം ഒരു പ്രയത്നം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. UK സാരംഗിയുടെ ഡാൻസ് കാണാൻ പറ്റുമോ? ഡാൻസ് ഉണ്ടാവോ? ഡാൻസ് ഉണ്ട്, ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ട്. രസമാല എന്നൊരു സോങ് ആണ്, അത് ഔട്ടായിട്ടുണ്ട് യൂട്യൂബിൽ വന്ന്. അതെല്ലാവരും കാണാൻ ട്രൈലറൊന്നും കാണാതെയാണോ ഇതിന് പരിപാടിക്ക്? ട്രൈലറൊക്കെ കാണും, സോങ്ങൊക്കെ ഇറങ്ങി അറിഞ്ഞില്ലെന്ന് കുറേ കാലമായി. ഇത് ട്രെയിലർ ഇറങ്ങി, ടീച്ചർ ഇറങ്ങി, 2-3 സോങ്സ് ഇറങ്ങി. കുട്ടി കളിച്ച് തിമിർക്കണമെന്ന് എത്ര പേരോ എന്താ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് ഡാൻസ് ഉണ്ട്. അല്ല, നമ്മളിവിടെ കണ്ട ആ ഒരു ലെവലില് ചൂടാത്തോണ്ട് ശരിക്കും കളിക്കാൻ പറ്റില്ല. പദങ്ങളിലായിരുന്നു ഷൂട്ട്, കാണായിരുന്നു. സ്റ്റേജൊക്കെ തീ പിടിക്കും. നിങ്ങളിപ്പോ ആന്റി ഡ്രഗ്സിന്റെ ഒരു ഇതിനും കൂടെ ആയിട്ടാ വന്നത്. അതിനെ പറ്റി ആന്റി ഡ്രഗ്സിന്റെ ഒരു നല്ലൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു. അതോടനുബന്ധപ്പെട്ട് എല്ലാവരും ഈ നോട്ട്, എന്താ പറയുക, നോ ഇൻടേക്ക് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നതിനൊക്കെ എനിക്ക് വളരെ പരിചിതമായ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. അത് എല്ലാവർക്കും ഞാനിപ്പോൾ ഇത് പറഞ്ഞു. പണ്ട് പറയാൻ പാടുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായ ഒരു മൂമെൻറ്റാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല. എസ്പെഷ്യലി നമ്മുടെ പാരൻസിനുള്ള കമ്മിറ്റ്മെൻറ്റും സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റും, അതുപോലെ തന്നെ നമ്മൾ ഇവ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളുമല്ല നമ്മൾ ഉറ്റി നിൽക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ എനിക്ക് ഭയങ്കര ഒരു കോസ്റ്റ്ലി പരിപാടിയാണ് എനിക്ക് മനസ്സിലായത്. ഈ പരിപാടിയുടെ കോസ്റ്റ് കൂടിയിട്ട് എനിക്ക് ശരിക്കും വയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നാണ് വാസ്തവം. കോസ്റ്റൊക്കെ ഭയങ്കര ഗ്രാമീണം ഒക്കെ വെച്ച് പരിപാടിയുണ്ട്, നടക്കുന്നില്ല. വേറെ എന്തൊക്കെയാണ് പിന്നെ അടുത്ത ഈ UK ഓക്കെ കഴിഞ്ഞിട്ട് അടുത്ത വേറെ എന്തൊക്കെ പ്രൊജക്റ്റാണ്? UK ഓക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പടമെടുക്കാനായിട്ട് എഡിറ്ററാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഴഞ്ചപ്രണയം എന്നുള്ള സിനിമ പോലാണ് ഞങ്ങൾ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളായി പറഞ്ഞത്. എൻ്റെ പഴഞ്ചപ്രണയത്തിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ പ്രശസ്തനാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് എഡിറ്റർ നൗഫൽ അബ്ദുള്ളയുടെ സിനിമയാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അത് പടത്തിൻ്റെ നൈറ്റ് റൈഡേഴ്സാണ്. പിന്നെയുള്ളത് ഹാൽ എന്ന് പറഞ്ഞ സിനിമയാണ്, ഷെയ്നിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇങ്ങനെ ഇറങ്ങാനുള്ള സിനിമകൾ. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ UK ഓക്കെ June 20 ഇതൊക്കെയാണ്. ഷൂട്ടിംഗ് നടക്കുന്ന 15 എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നും ഇല്ല, അതാണ് സത്യം. ബ്രദറിന്റെ സിനിമ എന്താ ഇനി? ഒരു കണ്ണൂർ സ്ക്വാഡിന് ശേഷം ഇനി ഒരു തീപ്പൊരി ഐറ്റമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐറ്റമായിട്ട് വന്നാൽ വീട്ടിലിരിപ്പോ അതുകൊണ്ട് തീപ്പൊരി എഴുതാൻ സമയം കിട്ടില്ല, അതാണ് ഇരിക്കാത്തത്. അതെന്നെ 3-3.5 വർഷം പോയി കിട്ടി. ഇപ്പോൾ കോവിഡ് സമയത്ത് ആർക്കും ജോലി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അതല്ലല്ലോ, ഒറ്റ സിനിമ 3 വർഷം പോയി. 3 വർഷം എടുത്തു. അത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ, പഠിക്കില്ല നമ്മൾ. കാരണം നമ്മളിപ്പോൾ ലോഹി സാറോ അല്ലെങ്കിൽ പത്മരാജൻ സാറൊക്കെ എഴുതുന്ന പോലെ ഒറ്റ സെക്ഷൻ എഴുതാനുള്ളൊരു അറിവും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പഠിക്കേണ്ടി വന്നു, കുറേ പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു. പിന്നെ പോലീസുകാരുള്ള സഹവാസം, റിസർച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ്. അതിനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് വരും. ഈ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുന്നതിന് മുമ്പാണ് മറ്റേ ആസിഫ് അലിയുടെ രാജീവ് രവി ഒരു പടം വന്നായിരുന്നു, കുറ്റവും ശിക്ഷയും. അത് ഏകദേശം ആ കണ്ടന്റ് കണ്ടപ്പോൾ വിഷമം തോന്നിയിരുന്നത്. ഞങ്ങളുടെയും ഏകദേശം അതേപോലത്തെ ഒരു കണ്ടന്റ് ആണല്ലോ. കുറ്റവും ശിക്ഷയും നല്ല തോതിൽ രാജീവോട് റിസർച്ച് ചെയ്തിട്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സിനിമ ചെയ്തിരുന്നു. കുറ്റവും ശിക്ഷയും ഒരു പക്ഷേ വലിയൊരു വിജയമായിരുന്നെങ്കിൽ കണ്ണൂർ സ്ക്വാഡ് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സിനിമറാണ് രണ്ടും. കണ്ടന്റ് സെയിം ആയിരുന്നു. കണ്ടന്റും സെയിം ആണ്. അത് പലരും അത് കണ്ടില്ല. രാജീവോട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ചാണ് സിനിമ എടുത്തത്. വളരെ ഡീറ്റെയിലിംഗ് ഉണ്ട്. എല്ലാ പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എന്താ വെച്ചാൽ സൈബറിൻ്റെ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ആയിക്കോട്ടെ, രാജീവോട്ട് മണ്ഡലം റിക്കവറി ആയിക്കോട്ടെ, പ്രതികളെയും കൊണ്ട് അന്യസംസ്ഥാനത്ത് പോകുന്നതായിക്കോട്ടെ, എല്ലാം രാജീവോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ കമേഴ്ഷ്യൽ എലമെൻറ്റ് കുറേ ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കും. അത് നമ്മൾ അത് ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ അത് വലിയൊരു വിജയമായിരുന്നെങ്കിൽ നമ്മുടെ സിനിമ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ UK ഓക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. എല്ലാവരും June 20 മറക്കരുത്. June 20 വെള്ളിയാഴ്ച എല്ലാവരും വന്ന് കാണും. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു.